അസ്സാം വലൈക്കും വറഹമത്തുള്ള. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം അതിർപ്പ പെരുന്നാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പെരുന്നാൾ ദിന സ്പെഷ്യൽ പരിപാടികളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം അതിർപ്പ പെരുന്നാൾ പ്രത്യേക പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത് എക്സൈസ് പ്രിവെൻറ്റിംഗ് ഓഫീസറായ ബഹുമാന്യനായ KM ലത്തീഫ് സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സാം വലൈക്കും വറഹമത്തുള്ള. വലൈക്കും അസ്സലാം. നമ്മൾ ഇന്നൊരു പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അങ്ങനെ ഇത് ആഘോഷിക്കുന്ന സമയത്തും പലപ്പോഴും പല ആശങ്കകൾ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ്. ഒരു ആഘോഷം കൊഴുക്കണമെങ്കിൽ അവിടെ ലഹരി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പലരും പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനെയാണ് നമ്മൾ ലഹരിയായിട്ട് കണക്കാക്കേണ്ടത്? ശരിക്കും നമ്മുടെ ഇപ്പോൾ യുവതലമുറ ഭയങ്കര ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് സമീപകാല വാർത്തകളിലൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ ലഹരി വസ്തുക്കളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MDMA ഒക്കെ പോലത്തെ ഒരുപാട് മാരക മയക്കുമരുന്നുകൾ. ഇപ്പോൾ നമ്മളെ തൊട്ടടുത്താണ് ഇപ്പോൾ കർണാടക സ്റ്റേറ്റ്, പിന്നെ ഇവിടെയാണെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ്. അപ്പോൾ ഞങ്ങളൊക്കെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീക്കെൻഡായി കഴിഞ്ഞാൽ നിരന്തരം കാണുന്നൊരു കാഴ്ചകളാണ്. ഇപ്പോൾ വീക്കെൻഡായാൽ യുവാക്കളും യുവതികളൊക്കെ മിക്സായിട്ട് മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെയുള്ള കുറേ ആൾ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇതൊന്നും രക്ഷിതാക്കൾ അറിയില്ല. അവർ പലയിടത്തും പോയി ഒരുമിച്ച് താമസിച്ച് ലഹരി പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെയുള്ളൊരു പോക്കാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റിലായാലും ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വാഹന പരിശോധന നടത്തുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ചെറുപ്പക്കാർ ഇങ്ങനത്തെ ഒരുപാട് ലഹരികളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ രാസലഹരികളുണ്ട്, പിന്നെ നാച്ചുറലായിട്ടുള്ള ഇപ്പോൾ സിന്തറ്റിക്കായിട്ട് ഇപ്പോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ലഹരികളാണ് ഇപ്പോൾ MDMA, പിന്നെ മെത്താഫിറ്റമിൻ, LSD അങ്ങനത്തെ ലഹരി വസ്തുക്കൾ. പിന്നെ നാച്ചുറലായിട്ട് നമുക്കറിയാം ഇപ്പോൾ കഞ്ചാവ് പോലത്തെ. പിന്നെ ലഹരി വസ്തുക്കളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ പലതരത്തിലുള്ള പനിഷ്മെൻറ്റുകളാണ്. അപ്പോൾ അതിൽ അതിനെ പൊതുജനം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പനിഷ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഈ ലഹരീനെ അങ്ങനെ വിലയിരുത്തുക. പക്ഷേ അതെന്താ വെച്ചാൽ ഇപ്പോൾ ചില ലഹരികളെ അവർ ലഹരിയായിട്ട് പോലും കാണുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്മോക്കിങ്ങിൻ്റെ കാര്യം എടുക്കുക. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു ഏതാണെന്ന് വെച്ചാൽ ടുബാക്കോ ആണ്. അപ്പോൾ സിഗരറ്റ് ഇപ്പോൾ കൂടുതൽ കേസുകളിൽ പെടുന്ന ഞങ്ങൾ ഈ ക്രിമിനൽസിനോട് ചോദിക്കുമ്പോൾ അവർ എങ്ങനെ ഇതിലേക്ക് എത്തി എന്ന് ചോദിക്കുമ്പോൾ ഒരു മഹാഭൂരിപക്ഷത്തു നിന്നും കിട്ടുന്നൊരു അറിവാണ് അവരുടെ തുടക്കം പുകവലിയാന്നുള്ളത്. അപ്പോൾ പിന്നെ അധികം ആളുകളും പെട്ടെന്നൊന്നും ഒറ്റയടിക്കിപ്പോൾ വലിയ ഒരു ലഹരിയിലേക്ക് ഇപ്പോൾ MDMA ഉപയോഗിക്കുക അങ്ങനെ പോയതായി കാണുന്നില്ല. തുടക്കം സ്മോക്കിങ്ങിലും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ലഹരിയിൽ നിന്നുമാണ്. അപ്പോൾ അങ്ങനത്തെ ലഹരികൾ പനിഷ്മെൻറ്റ് കുറവായിരിക്കും, പക്ഷേ അത് ലഹരി അല്ലാതാവുന്നില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതുതരം ചെറിയ ലഹരിയാണെങ്കിലും ഒക്കെ ലഹരി ആ ഗൗരവത്തിൽ തന്നെ കാണണം. കാരണം ചെറിയ ലഹരിയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വലിയ ലഹരിയിലേക്ക് എത്തുക. അപ്പോൾ എല്ലാത്തിനെയും അങ്ങനെ കണ്ടാലേ നമുക്ക് ആ കുട്ടികളെ എല്ലാത്തിനും മാറ്റി നിർത്തിയാലേ എന്താക്കാൻ പറ്റുള്ളൂ, പൂർണ്ണമായും ഇതിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ പറ്റും, അകറ്റാൻ പറ്റും. ഇപ്പോൾ രാസലഹരിയും അതോടൊപ്പം തന്നെ അതേ അപകടത്തിൽ തന്നെ നമ്മൾ ഓർഗാനിക്കിനെയും കൃത്യമായിട്ട് കണക്കാക്കേണ്ടത്. എല്ലാത്തിനെയും. പിന്നെ ഒരു ചെറിയ ലഹരിയാണെങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടു നിന്നാലേ വലിയതിലേക്ക് എത്താതിരിക്കാൻ കഴിയുള്ളൂ. സാർ സൂചിപ്പിച്ച പോലെ നേരെ ഈ ഇതിലേക്ക് പോയിട്ടുള്ള വലിയ ലഹരിയിലേക്ക് പോയിട്ടുള്ള ആളുകൾ വളരെ കുറവാണല്ലേ. അതെ.
പിന്നെ ഇതിൻ്റെ ഒരു നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇത് ഉപയോഗിക്കാൻ പാടുള്ള നിയമങ്ങളും അതോടൊപ്പം തന്നെ പിടിച്ചാൽ വരുന്ന രീതികളും അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഇപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ NDPS ആക്റ്റാണ്. അത് കേന്ദ്ര നിയമമാണ്. ഇവിടെ ഇന്ത്യ ഒട്ടാകെ ഒറ്റ നിയമം, എല്ലാ സ്റ്റേറ്റിനും ബാധകമായ ഒരേ ഒരു നിയമം. അപ്പോൾ ഈ NDPS ആക്റ്റിൽ പിന്നെ എല്ലാ മയക്കുമരുന്നുകളും ഉൾപ്പെടും. അപ്പോൾ അതിൽ പിന്നെ ഈ അളവ് ബേസ് ചെയ്തിട്ടുള്ള ശിക്ഷയാണ് ഇപ്പം നിലവിലുള്ളത്. അങ്ങനെ ഏതൊരു മയക്കുമരുന്ന് എടുത്താലും ഒരു നിശ്ചിത അളവ് വരെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ ഒരു മീഡിയം ക്വാണ്ടിറ്റി, പിന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ സ്മോൾ ക്വാണ്ടിറ്റിക്ക് ഒരു പനിഷ്മെൻറ്റ്, പിന്നെ മീഡിയം ക്വാണ്ടിറ്റിക്ക് അതിലും കൂടിയൊരു പനിഷ്മെൻറ്റ്, പിന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിക്ക് ഒരു പനിഷ്മെൻറ്റ്. അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതിൽ തന്നെ അത് ഈ ആക്ട് ഇതൊക്കെ വന്നിരിക്കുന്ന ഒരു 85-ലാണ്, 1985-ലുള്ള നിയമമാണ്. അപ്പോൾ ഈ ഒരു സമീപകാല സാഹചര്യമൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഒക്കെ മാറ്റേണ്ട ഒരു സമയമായി എന്നുള്ള. എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ കേസെടുക്കുന്ന സമയത്ത് പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. അങ്ങനെ വെച്ചാൽ ഈ പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി എടുത്തു കഴിയുമ്പം ഇവർക്ക് വേഗം ജാമ്യം കിട്ടുന്നു, പിന്നെ ഫൈൻ അടച്ച് കേസ് തീരുന്ന അവസ്ഥ. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും, ഇപ്പോൾ നമുക്കറിയാം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വാർത്തകളൊക്കെ വരുമ്പം പലരും കമൻ്റൊക്കെ ഇടും, പിന്നെ അഭിപ്രായപ്പെടും. എങ്ങനെ വെച്ചാൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്ന്, പുറത്തിറങ്ങുന്നു. അപ്പോൾ എന്താണിത്? അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിക്കുന്ന, എങ്ങനെ വെച്ചാൽ പോലീസ് എക്സൈസൊക്കെ പിന്നെ ഇവരെ കേസൊന്നും ഇല്ലാതെ വിടുകയാണോ വിചാരിക്കും. പക്ഷെ ഒരിക്കലുമല്ല. ഇപ്പോൾ നിയമത്തിൽ ഉള്ളതുപോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവ് വരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ പിന്നെ ഇവർക്ക് ജാമ്യക്കാരുണ്ട്, അന്ന് തന്നെ ജാമ്യം കിട്ടും. അപ്പോൾ നിയമത്തിൽ അങ്ങനെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഞ്ചാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 1 കിലോ വരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ MDMA ആണെങ്കിൽ 0.5 ഗ്രാം വരെ, പിന്നെ മെത്താഫിറ്റമിൻ 2 ഗ്രാം വരെ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഉണ്ട്. അതിൽ ഈ കഞ്ചാവ് 1 കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അളവുണ്ടാവും. അപ്പോൾ സാധാരണ ഒരു വിൽപ്പനക്കാർ ഉപയോഗിക്കുന്ന ചെറിയ പൗച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. 10 ഗ്രാം 500 രൂപയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു വലിയൊരു വിൽപ്പനക്കാരനാണെങ്കിലും അവർക്ക് ഒരു 10-50 പൊതിയൊക്കെ മതിയാവും വിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ ഏറെ ദിവസം വർക്ക് ചെയ്ത് ഇവരെ പിടിക്കുമ്പോൾ പിന്നെ ഒരു 50 പൊതി ഉണ്ടെങ്കിലും ഇവർ അപ്പോൾ 1/2 കിലോനല്ലേ ആവുള്ളൂ. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടും, ഇവരിറങ്ങും. അപ്പോൾ അത് മാറ്റി കിട്ടിയാൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും. അപ്പോൾ അത് കേന്ദ്ര സർക്കാരാണ് മാറ്റേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മാറി വരണം. അപ്പോൾ അത് ഒരു മയക്കുമരുന്ന് എന്താണെങ്കിലും ഒരു തരിയാണെങ്കിലും പിന്നെ ജാമ്യം കിട്ടാതെ ഉള്ളിൽ പോകുന്ന അങ്ങനത്തെ നല്ല കഠിന ശിക്ഷകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇവിടെ ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അളവ് ഈ കാരിയേഴ്സിനും കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടായിരിക്കും അവർ ഈ ഒരു നിയമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു വേള അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലേ യഥാർത്ഥത്തിൽ. നേരത്തെ പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവന്ന് ഇപ്പോഴുള്ള ആ സ്മോൾ ക്വാണ്ടിറ്റിയുടെ ഒരു ശിക്ഷയിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു നിയമം പാസ്സാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വരേണ്ടതുണ്ടല്ലേ? അതെ അതെ. അതായത് ഇപ്പോൾ പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും പിന്നെ ഇനി ബഹുമാനപ്പെട്ട കോടതിയാണെങ്കിലൊക്കെ നിയമത്തിൽ എന്താണുള്ളത് അതാണ് അവർ ചെയ്യേണ്ടി വരുന്നത്. അത് കൃത്യമായിട്ട് നിയമത്തിൽ എന്താണോ ഉള്ളത് അതാണ് ചെയ്യുക. അപ്പോൾ നിയമത്തിൽ ഇങ്ങനെയാണ് ഈ സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള പനിഷ്മെൻ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് മാറണം. അത് മാറിയാൽ പിന്നെ ഈ അവസ്ഥ മാറും. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് മാറേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. കാരണം പിന്നെ ഒരു ഉപകാരമില്ലാത്ത എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഒരു വസ്തുവാണല്ലോ ഈ മയക്കുമരുന്നുകൾ. അപ്പോൾ ഒരു തരിയാണെങ്കിൽ പോലും പിന്നെ നല്ല ജാമ്യം കിട്ടാതെ പോകുന്നതും അങ്ങനെ ഉയർന്ന പനിഷ്മെൻ്റൊക്കെ ആയാൽ നല്ല പേടിയുണ്ടാവും.
അപ്പോൾ അത് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഈ ലഹരി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? വല്ലാത്തൊരു പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. സമൂഹം ലഹരി കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സാറൊരു അനുഭവത്തിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു അമ്മ ഞങ്ങളങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്ന് പോയി കണ്ടു. അങ്ങനെ അവർ പരാതി പറഞ്ഞത് അവരെ സ്വന്തം മകനെക്കുറിച്ചാണ്. അപ്പോൾ ഈ മകന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്നു. അങ്ങനെ ഈ പഠിക്കാൻ പോയ സമയത്ത് ഇവനിങ്ങനെ ചെറിയ ചെറിയ ലഹരി ഉപയോഗമൊക്കെ ആയി അങ്ങനെ ഇപ്പോൾ ഉയർന്ന ലഹരിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവന് MDMA ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ അമ്മയോട് ഒരിക്കലും ഒരു അമ്മേനോട് തോന്നാൻ പാടില്ലാത്ത സമീപനം, ഒരിക്കലും. അതായത് ഒരു മൃഗത്തിന് പോലും അങ്ങനെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൃഗത്തേക്കാൾ ഒരു അധപ്പതിച്ച അവസ്ഥ. സ്വന്തം മാതാവിനോട് ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത ഒരു സമീപനം വന്നപ്പോൾ പിന്നെ ഈ അമ്മ ആകെ ഭീതിയിലായി ഞങ്ങളെ വിളിച്ചു. അങ്ങനെ എന്തൊരവസ്ഥയാണ് നോക്കണം. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഈ പയ്യന് ഈ അമ്മ പറഞ്ഞ അമ്മ ഇത് അറിയിച്ചാന്ന് അറിയാൻ പാടില്ല, അവർക്ക് ഭയമുണ്ട്. അങ്ങനെ അവർ പറഞ്ഞൊരു സമയത്ത് ഞങ്ങൾ പയ്യനെ മാത്രമായി പോയി കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഇവനെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അഡിക്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ലഹരി വസ്തുക്കൾ നമ്മൾ പൊതുവേ അറിയാം, ഇപ്പോൾ ശരീരത്തിന് ദോഷമുള്ള കാര്യങ്ങൾ, ദോഷമുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു രീതിയിലുള്ള വിഷയങ്ങൾ അതിലും വളരെ വലുതാണ്. ഇപ്പോൾ സ്വന്തം ശരീരം പിന്നെ പോകുമ്പം പിന്നെ അവന് മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഇപ്പോൾ ആ കുടുംബത്തിനെ വായിച്ച്, ഇപ്പോൾ ആ അമ്മേനോടുള്ള ആ സമീപനം, പിന്നെ തൊട്ട് മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും പിന്നെ ഒരു പിതാവ് മകനെ കൊന്ന ഒരു സംഭവം. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഇവനും ഇതേപോലെ ഒരു രാസലഹരിയൊക്കെ ഉപയോഗിച്ച് ശീലിച്ച് ഇവൻ്റെ മനസ്സ് ഭയങ്കര അധപ്പതനം ഉണ്ടായി. അങ്ങനെ ഇവൻ്റെ സ്വന്തം സഹോദരീനോടാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ സമീപനം. അപ്പോൾ ഈ പിതാവ് അത് മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വേദന നോക്കണം. കാരണം സ്വന്തം കുട്ടികൾ ഈ ഒരു രീതിയിലുള്ള റിലേഷനിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഈ കുട്ടിയോട് ഇങ്ങനത്തെ ഒരു അപ്രോച്ച്, അതായത് സ്വന്തം സഹോദരിനോട് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ഉണ്ടായപ്പം ഈ അച്ഛൻ നിർബന്ധിതനാവുകയാണ്. ഏത് ആ ചെറുപ്പത്തിൽ ഇങ്ങനെ താലോലിച്ച് വളർത്തിയ ആ കൈകൊണ്ട് ഈ മോനെ കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ. അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാകേണ്ട സുരക്ഷിതത്വം ഇല്ലാതാകുന്നുണ്ട്. അതാണ് ഒരുപാട്. ഇപ്പോൾ ലാസ്റ്റ് പിന്നെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു, അതായത് ഇങ്ങനത്തെ സമീപനങ്ങൾ കാരണം ഇപ്പോൾ ഇവരുടെ സ്വന്തം സഹോദരിമാരെ റൂമുകൾ പൂട്ടിയിടേണ്ട അവസ്ഥ വരെ പറഞ്ഞു കേട്ടു. ഇവർക്ക് പേടിച്ചിട്ട്, അതായത് ഈ സ്വന്തം മകനെ പേടിച്ചിട്ട് പിന്നെ പെൺമക്കളെ റൂമൊക്കെ പൂട്ടിയിടേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെ കുറേ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഭീതിയുള്ളൊരവസ്ഥയല്ലേ. അതെ. സാറ് വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ബോർഡറായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടാകും. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ സ്വാധീനം വല്ലാതെ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നുണ്ടോ ലഹരിയായിട്ട് ബന്ധപ്പെട്ട്? തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ നമ്മളെ തൊട്ടടുത്ത് ഇപ്പം കർണാടക സ്റ്റേറ്റ്, പിന്നെ തമിഴ്നാട് സ്റ്റേറ്റ്, ഇപ്പോൾ ചെക്ക് പോസ്റ്റിലൊക്കെ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു നിരന്തരം ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടുന്ന് യാത്രികർ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ടൂറിസം മേഖലയൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നിരുന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നു. പിന്നെ അവർ അങ്ങനെ കൾച്ചർ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ ഇവിടത്തേക്ക് ഇങ്ങനെ മിക്സായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളിലേക്ക്. പിന്നെ ഇവിടുന്ന് കുട്ടികൾ അവിടെ പഠനത്തിനും ജോലി ആവശ്യത്തിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അതിവേഗത്തിൽ ഇവിടുത്തെ ഒരു കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള അത്രക്കൊരു എൻഫോഴ്സ്മെൻ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ ശരിക്കും. കാരണം ഇവിടെ നല്ല ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുണ്ട്. സർക്കാരാണെങ്കിലും ഇപ്പോൾ പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലൊക്കെ അങ്ങനെ ഒരു മാഫിയകൾക്കൊന്നും ഒരു മേൽക്കോയ്മയൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സ്ട്രോങ് ആണ് സർക്കാർ സംവിധാനങ്ങൾ. പിന്നെ പക്ഷേ നേരെ മറിച്ച് അതർ സ്റ്റേറ്റുകൾ നോക്കിയാൽ അവിടെ ഭയങ്കര നേരെ മറിഞ്ഞു കിടക്കുക. ഇപ്പോൾ മാഫിയകൾ ഭയങ്കര മേൽക്കോയ്മ നേടി, എൻഫോഴ്സ്മെൻ്റ് ആക്ടിവിറ്റിയൊക്കെ തകർന്ന്, പിന്നെ ഇതൊക്കെ അരാജകത്വങ്ങൾ കൂടി അവരൊക്കെ കൈവിട്ട് പോയി. പക്ഷെ ഇവിടെ നമ്മളെ കൈപ്പിടിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പോരാട്ടത്തിലാണ് ശരിക്ക് പിന്നെ ആ പഴയ ആ ഒരു കൺട്രോളിൽ തന്നെ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ശരിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ ഈ സ്റ്റേറ്റുകളതിനെ കൊണ്ട് നമുക്ക് ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം അവിടെ ഈ ബോർഡർ പ്ലേസിലൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും കടത്തുക എന്നുള്ള അങ്ങനത്തെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ വയനാടിൻ്റെ അതിർത്തികളൊക്കെ നോക്കിയാൽ വയനാട് നമുക്ക് പറയാം ഈ 2 സ്റ്റേറ്റുമായിട്ടും അതിർത്തി ഉണ്ട്, തമിഴ്നാടും കർണാടകയാണ്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതിൽ റോഡ് മാർഗവും അല്ലാതെയൊക്കെ ഇവർ വഴികൾ ഉണ്ടാക്കാൻ നോക്കും, കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ. അപ്പോൾ അതിനൊക്കെ തടയിടാണ്ട്. പിന്നെ ഇവിടെ ഈ ബൈരക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നോക്കിയാൽ ഇപ്പുറ സൈഡ് പുൽപ്പള്ളിയാണ്, വലിയൊരു ആ കബനി നദി, അത് വലിയൊരു അതിർത്തിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെയൊക്കെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ എക്സൈസിൻ്റെ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് മൊബൈൽ പട്രോളിംഗ് ആയിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അങ്ങനെ അതിർത്തികൾ അതിനെക്കൊണ്ട് നല്ല വെല്ലുവിളിയാണ്. അപ്പോൾ നമുക്കത് തടയാന്നുള്ളത് ഇത് ഒരു അതിർത്തികളുടെ ഒരു പ്രശ്നം വരുന്നുണ്ടാവില്ലേ? അതെ. പിന്നെ അങ്ങനെ പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ സെൽഫ് കൺട്രോൾ ആവുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അതന്നെ. ഇപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇപ്പോൾ ജോലി ആവശ്യത്തിനും പഠനാവശ്യത്തിനൊക്കെ ഇപ്പം പുറത്ത് പോകേണ്ടി വരും. ഇപ്പോൾ ജില്ല വിട്ട് പോകേണ്ടി വരും, പിന്നെ അതർ സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. പക്ഷേ എന്താ പറയുക, ആദ്യമേ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം ശരിക്കും. കാരണം ഒന്നും ഒരു ബോധമില്ലാതെ പെട്ടെന്ന് അവിടെ പോയി എല്ലാത്തിലും ആയിപ്പോയാൽ ഭയങ്കര പ്രയാസമായിരിക്കും തിരിച്ചു വരവ്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു മനസ്സുണ്ടാക്കിയെടുത്താൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം അവിടെ ഇവർ നേരിടാൻ പോകുന്നത് ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം ഈ പെടാത്തവരെ നോക്കി അവർ ഫോക്കസ് ചെയ്യും. പിന്നെ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അതേ അവസ്ഥയാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പല കേസിൻ്റെയും ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയി പോകുമ്പോൾ പിന്നെ അതിൽ ഇടനിലക്കാരായിട്ട് പെൺകുട്ടികൾ പ്രവർത്തിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചറിയുമ്പോൾ എന്താ വെച്ചാൽ അവർ ആദ്യം തന്നെ ഈ പ്രണയക്കണിയിൽ പെട്ടിട്ട് ബോയ് ഫ്രണ്ട് ഒരു കുട്ടിയുണ്ട്, അവർ പിന്നെ ബോയ് ഫ്രണ്ടിനെ അങ്ങനെ വിശ്വസിച്ച് നടന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം വേറെ ആയിരുന്നു. അപ്പോൾ അവർ പിന്നെ ഇവർ ഒരുമിച്ച് താമസിച്ചതും പിന്നെ യാത്ര ചെയ്തതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ കുട്ടിക്കൊരു പന്തികേട് തോന്നി രക്ഷപ്പെടാൻ പിന്നെ പറ്റില്ല. കാരണം ഇവർ ഇത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. പിന്നെ ഇവർ പറഞ്ഞതുപോലെ ഇവർ ചെയ്തോളുക. അങ്ങനെ ഇവർ ലഹരിക്കടത്ത് മറ്റുള്ള പല തെറ്റുകളും ചെയ്യേണ്ടി വന്നു. അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇടനിലക്കാരായി പ്രവർത്തിക്കേണ്ടി വരുന്നതും പിന്നെ ഇവരെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥയും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ആദ്യം ഒരു കുട്ടിയിലൊരു ബോധം ഉണ്ടാവും. ബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചതിക്കുഴികൾ, ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ലഹരിയുടെ ചതിക്കുഴികൾ, പിന്നെ ഈ പ്രണയം, പിന്നെ ഈ സെക്ഷുവലായ കാര്യങ്ങൾ, അങ്ങനത്തെ അതിനൊക്കെ പറ്റിയൊരു കുട്ടീൻ്റെ ഉള്ളിലൊരു മനസ്സ്, ഒരു ഉറച്ചൊരു മനസ്സുണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ വിടണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ ദൂരനാട്ടിലേക്ക് വിടുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കും അവരവിടെ ഹോസ്റ്റലിലാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ് വിചാരിക്കും. പക്ഷേ ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ
ഞങ്ങൾ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൊക്കെ നിരന്തരം കാണുന്ന കാഴ്ചകളാണിത്. എന്ന് വെച്ചാൽ ഈ യാത്രാ സംഘങ്ങൾ അവിടുന്ന് അതർ സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ടും വരും, ഇവിടുന്ന് അങ്ങോട്ടും പോകും. നേരെ തിരിച്ച് ഒരു തിങ്കളാഴ്ച ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ സ്ഥലത്തേക്കും പോകും. അപ്പം ഈ പോകുന്നത് എന്താ വെച്ചാൽ ഈ സ്റ്റുഡൻസിൻ്റെ ടീമുണ്ടാവും, പിന്നെ ജോലി സ്ഥലത്തുള്ള ടീമുണ്ടാവും. ഇതൊന്നും രക്ഷിതാക്കൾ അറിയില്ല. ഇങ്ങനെ ഇവർ പോകുന്നിടത്തു നിന്നാണ് പിന്നെ ലഹരി പാർട്ടികളും മറ്റും പങ്കെടുത്ത്, പിന്നെ ചിലപ്പോൾ ആദ്യം ഇതൊരു ലഹരി പാർട്ടിയാണെന്ന് വരെ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. വെറുതെ സുഹൃത്തുക്കളെ കൂടെ ഒരു യാത്രയായിരിക്കും. അതിൽ പോകുന്ന സമയത്ത് പിന്നെ ഈ ഇങ്ങനത്തെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവും. പാർട്ടികളിലെ എല്ലാം റെക്കോർഡ് ചെയ്യും ഇവർ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് പിന്നീട് ഇവർ ആ ചതിക്കുഴിയിൽ പെടും. അതിൽ നിന്ന് ഇപ്പോൾ പിന്നെ രക്ഷപ്പെടാൻ നോക്കിയാലും ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. അങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥ. ഇതിൽ സാറ് കൂടുതലായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പിടിക്കുന്ന സമയത്ത് കൂടുതൽ യുവാക്കളാണോ അതല്ല പ്രായം കൂടിയ ആളുകളാണോ ഈ ഒരു കേസിലായിട്ട് കൂടുതലായിട്ട് കടന്നു വരാറുള്ളത്? ഈ മയക്കുമരുന്ന് കേസിൽ നോക്കിയാൽ കൂടുതലും ഒരു ബിലോ 25 ഏജാണ് കാണുന്നത്. അപ്പോൾ കൂടുതലും ഒരു 25-ൻ്റെ താഴെയുള്ള കുട്ടികളാണ് കൂടുതലും. പിന്നെ മറ്റുള്ള കേസുകളൊക്കെയാണ് കുറച്ച് ഏജായിട്ടുള്ളത്. അങ്ങനെയാണ്. നമ്മൾ ഒരു കുടുംബത്തിലൊരാൾ, സാർ പറഞ്ഞ കുടുംബത്തിൻ്റെ അകത്തുള്ള ഒരു സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നുണ്ട്. ഒരു കുടുംബത്തിനകത്തുള്ളൊരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതെ. ഇപ്പോൾ വീട്ടിലിപ്പോൾ നമുക്ക് പറയാം, ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുണ്ട്. ഇപ്പോൾ എക്സൈസ്, പോലീസ്, പിന്നെ പല ലഹരി വിരുദ്ധ പ്രവർത്തകർ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഒരു അടിസ്ഥാനം പറഞ്ഞാൽ കുടുംബമാണ്. ഇപ്പോൾ കുടുംബത്തിലെ ഇപ്പോൾ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരവരുടെ വീട്ടിലെ കുട്ടികളെ പിന്നെ ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ അത് അത്രയും ഫലപ്രദമായിരിക്കും. ഇപ്പോൾ ഓരോ ഏജൻസിക്കൊക്കെ ഒരു വൈഡ് ഏരിയ ഉള്ളത്. ഇപ്പോൾ പോലീസിനായാലും എക്സൈസിനായാലൊക്കെ ഒരു വൈഡ് ഏരിയ ആയിരിക്കും. ആ വൈഡ് ഏരിയ നോക്കുമ്പോൾ ഒരു അത്രക്കങ്ങ് ഡീപ്പായി എത്തിക്കൊള്ളുന്നില്ല. ആ സ്ഥാനത്ത് ഒരു വീട്ടിനുള്ളിലുള്ള കുട്ടികളെ അവരെന്നെ നന്നായി നോക്കുമ്പോൾ അതാണ് അത്രയും ആഴത്തിലെത്തുക. അപ്പോൾ അതിലിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് നല്ല ശ്രദ്ധ വേണം. അപ്പോൾ അതിൽ ഇവരുടെ ഓരോ ലക്ഷണങ്ങൾ, ഇപ്പോൾ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് പിന്നെ എന്താ പറയുക, അവരെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം സ്വഭാവം മാറും. ഒരു പ്രകോപനപരമായൊരു സ്വഭാവമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചൂടാകുന്നതും ഒരു ആക്രമിക്കുന്നൊക്കെ രീതിയിലുള്ള പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊക്കെ ഒരു പ്രകൃതം വരും. പിന്നെ അതുപോലെ ഇവൻ്റെ വ്യക്തി ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ശുദ്ധി കാര്യങ്ങളിൽ, ഇപ്പോൾ ഈ ഡ്രസ്സ് കാര്യങ്ങളിൽ, ഇപ്പോൾ കുളി, ഇപ്പോൾ ഡ്രസ്സിങ്, അതിലൊന്നൊരു വൃത്തി ഉണ്ടാവില്ല, ശുചിത്വം ഉണ്ടാവില്ല. ഇപ്പോൾ പല പ്രതികളെയും പിടിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ ഈ ശരീരം അങ്ങനെ ഒരു ക്ലീൻ ആയിട്ടൊന്നും സൂക്ഷിക്കില്ല. അപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക, പിന്നെ അങ്ങനെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ശരീരം വൃത്തിയാക്കില്ല. അപ്പോൾ അതൊക്കെ ഈ രക്ഷിതാക്കൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പം പുറത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇവരെ റൂം, പിന്നെ ബാഗ്, അങ്ങനത്തെ ഒക്കെ ഇവരെ അറിയാതെ, അപ്പോൾ ഇവർക്ക് മനസ്സിലാവരുത്. ഇവരെ മനസ്സിൽ ഇവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന രീതിയിൽ നിന്നിട്ട് ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്നൊരു പരിശോധന എപ്പോഴും. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാരൻസ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ചെന്നിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആ മാതാവ് ആ കുട്ടിയുടെ ഡ്രസ്സ് അലക്കാനെടുത്ത സമയത്താണ് പിന്നെ പോക്കറ്റിൽ നിന്ന് ചെറിയ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ സംശയം തോന്നിയിട്ട് ഞങ്ങളെ വിളിച്ചത്. നോക്കുമ്പോൾ കഞ്ചാവിൻ്റെ അവശിഷ്ടമായിരുന്നു. അങ്ങനെ ആ മാതാവിന് മനസ്സിലായതിനെ കൊണ്ട് നമുക്ക് ആ കുട്ടീനെ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനും രക്ഷപ്പെടുത്താനും പറ്റി. അതേ സ്ഥാനത്ത് അത് മാതാവിന് ചിലപ്പോൾ മനസ്സിലായില്ല.
ചിലപ്പോൾ കാലം കടന്നുപോയി ഇവൻ ചിലപ്പം കഞ്ചാവ് വിൽപ്പനക്കാരനൊക്കെ ആയി വലിയ വലിയ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് ഭയങ്കര ദുഷ്കരമായിരിക്കും. എത്രയും നേരത്തെ ആവുക എന്നുള്ളതാണ്. വൈകുന്തോറും അത്രയും പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇപ്പോൾ ചില പ്രതികളിൽ നിന്നൊക്കെ കൂടുതലും കിട്ടുന്ന ഒരു പ്രതി എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ ചെറിയൊരു സ്മോക്കിങ്ങിൽ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ സ്മോക്കിങ് തുടങ്ങി. സ്മോക്കിങ്ങിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിൽ നിന്ന് ഒരു പയ്യൻ കഞ്ചാവ് ചെറുതായിട്ട് കൊടുത്തു. അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ച് പിന്നെ ഇവർ അത് കുറച്ച് വട്ടം ഉപയോഗിച്ചപ്പോൾ ഇവന് അഡിക്റ്റായി വീണ്ടും ചോദിച്ചപ്പോൾ ഇവന് കാശ് വേണം, അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും പക്ഷേ പൈസ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന് വീട്ടിൽ നിന്നൊക്കെ പലതും പറഞ്ഞ് പൈസ കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങനെ മേടിക്കുന്നു. പിന്നെ ഇവർ തന്നെ ഒരു വഴി കണ്ടെത്തി കൊടുക്കുന്നു, അങ്ങനെ ഇത് മറച്ച് വിറ്റാൽ മതി. അപ്പോൾ ഇവർ കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് പെടുത്താൻ നോക്കിയിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കി. പിന്നെ വീട്ടിൽ നിന്ന് പൈസ കൊടുക്കാതാകുമ്പോൾ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന അവസ്ഥ. പിന്നെ വലിയ വലിയ കേസുകളിൽ ഈ വിൽപ്പന കേസിൽ പെട്ട് പിന്നെ ഇതിനൊന്നും പൈസ മതിയാവാതാവുമ്പോൾ പുറത്ത് മോഷണം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ ഒരു വലിയ റോബറി കേസിൽ പെട്ടിരുന്നു. പിന്നെ അതിനുശേഷം ഉയർന്ന മയക്കുമരുന്ന് കേസിൽ പെട്ടു. ഇപ്പം ലാസ്റ്റ് അവരെ പിന്നെ ഈ ഗ്യാങ്ങുകൾ തമ്മിലുള്ള അടിപിടിയിൽ ഇവനൊരു പയ്യനെ തലക്കിട്ട് ഒരു കല്ലുകൊണ്ടൊന്ന് കൊടുത്തു, അവൻ മരിച്ചു. അങ്ങനെ ഇപ്പോൾ കൊലക്കേസ് നടന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ലഹരിയിൽ നിന്നാണ് ആ പയ്യൻ ഇത്രയും വലിയൊരു ക്രിമിനൽ ആയി മാറി. അങ്ങനെ വലിയ ക്രിമിനൽ കേസിൽ പെട്ടില്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ സാറ് സൂചിപ്പിച്ചു കുടുംബത്തിനകത്തുള്ള ആളുകൾക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരു പേടി മകന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒരാൾ ഇതിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു കേസാവുമല്ലോ, പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് അറിയിക്കാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികൾ എക്സൈസിനുണ്ടോ യഥാർത്ഥത്തിൽ? അതായത് ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരാൾ അറിയുന്നുള്ളത്, അതായത് ഞാൻ ഇപ്പോൾ സ്കൂളുകളിലും മറ്റൊക്കെ കുട്ടികളെ ക്ലാസ്സിന് ഈ ബോധവൽക്കരണ ക്ലാസ്സിൽ പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് സമയമുണ്ട് എവിടെ വരെ, ഒരു കേസിൽ പെട്ട് അറസ്റ്റ് ആകുന്നവരെ. അതായത് ഒരു കേസിൽ പെട്ട് അറസ്റ്റായി പോലീസോ എക്സൈസോ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അറസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇപ്പോൾ ന്യൂസ് വരും, ഇപ്പോൾ ദിവസവും പത്രത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ഇന്ന മയക്കുമരുന്നായി പിടിച്ചു എന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ചിട്ടാണ് വരിക. ഇങ്ങനെ ഒരു ന്യൂസ് വന്നാൽ ഇപ്പോൾ ചെറിയ കേസാണെങ്കിൽ പോലും അത് ന്യൂസ് വരും. അങ്ങനെ ന്യൂസ് വന്ന് നാട് മൊത്തം അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവന് ഒരു തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതെ. പിന്നെ ശരിക്കും അതിൻ്റെയൊക്കെ മുമ്പ് എന്താക്കണം, ഇവർ അത്തരം ഒരു അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് പിന്നെ തിരിച്ച് ഇതിലേക്ക് വരാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിനകത്ത് ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ഒരു രക്ഷിതാവ് ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? അതാണ് ഇപ്പോൾ അങ്ങനെ അതാണ് രക്ഷിതാക്കളും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് എൻ്റെ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, അപ്പോൾ എന്താ വെച്ചാൽ അത് ഇപ്പോൾ കേസിൽ പെട്ടാലാണ് ആ ഒരു എല്ലാവരും അറിയുള്ളൂ. ഇപ്പോൾ അതിന് മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതങ്ങനെ പരസ്യമാക്കൂല. ഇപ്പോൾ ഒരു കേസിൽ പെട്ട ആളുകളിൽ നിന്ന് തന്നെ പല വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ ഇന്ന ആളുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ രഹസ്യമായിട്ട് അവരെ രക്ഷിതാക്കളെ സമീപിച്ച് അവരെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോയി അങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ പിന്നെ ഒരു പ്രതി ഏകദേശം 17 വർഷത്തോളം കഞ്ചാവ് ഉപയോഗിച്ച ഒരാളാണെന്നാണ്. അപ്പോൾ അവർ പിന്നെ ചെറിയൊരു കഞ്ചാവ് കേസ് പെട്ടിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ കോടതിയിൽ കൊണ്ടുപോയ സമയത്ത് അവരുടെ ഒരു സഹോദരി ഞങ്ങളോട് പറഞ്ഞു, പിന്നെ സാറേ പിന്നെ ഇദ്ദേഹം ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നം, പിന്നെ അല്ലാത്തപ്പോൾ നല്ല ആളാണ്, എന്താ ചെയ്യാന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഉണ്ട്, അവിടെ കാണിക്കാം, രക്ഷപ്പെടുത്തിയെടുക്കാം. അപ്പോൾ സാറേ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചെറിയ സ്മോൾ ക്വാണ്ടിറ്റി കേസാണ്, അപ്പോൾ എന്തായാലും ജാമ്യം കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഇയാളോട് പറഞ്ഞു, ഇങ്ങനെ ജാമ്യത്തിൻ്റെ ഒക്കെ റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ
ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ ജാമ്യ ഇറങ്ങി ഇദ്ദേഹം ഈ സഹോദരീൻ്റെ കൂടെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ മാനന്തവാടി ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കൗൺസിലിംഗ് ചെയ്തു. പിന്നെ ഡോക്ടർ അതിൻ്റെ മെഡിസിൻ കൊടുത്തു. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ആ സഹോദരീനെ ഒരിക്കൽ ടൗണിൽ വെച്ച് കണ്ടു. അവരെന്നെ കണ്ടപ്പോൾ അങ്ങനെ ഓടി വന്ന് എന്നോട് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെ പിന്നെ സാർ അതിന് ശേഷം ആളാകെ മാറി, പിന്നെ പിന്നെ തീരെ ഉപയോഗമില്ല, ആളാ ഒരു പഴയ ഇതിലേക്ക് പോയി എന്ന് പറഞ്ഞു. പഴയ ഒരു അവസ്ഥയിലേക്ക് നല്ലൊരവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് അതീവ രഹസ്യമായിട്ട് നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അതൊന്നും ആരും അറിയില്ല, പിന്നെ അറിയാത്ത രീതിയിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് രക്ഷിതാക്കൾ ഇപ്പോൾ ആരെങ്കിലും അറിയോ പിന്നെ മോശമാവോ വെച്ചിട്ട് നിന്നുണ്ടെങ്കിൽ അവർ പിന്നെ പോയി എത്തുക ഏതെങ്കിലും കേസ് പെടുമ്പോഴായിരിക്കും വലിയ ന്യൂസ് വരും. പിന്നെ അതെല്ലാവരും അറിയും. അതെല്ലാവരും അറിഞ്ഞ ആ ഒരവസ്ഥയിൽ ആ കുട്ടിക്ക് പിന്നെയും വിദൂരത്തായി തിരിച്ചു വരവ് എന്നുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പ് എത്ര നേരത്തെ ആയാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്മോക്കിംഗ് ഉണ്ട് എന്ന് തോന്നിയാൽ ഇവരെ വേഗം കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോയി അത് സ്റ്റോപ്പ് ചെയ്യിക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാം പണ്ടുള്ള ആളുകളൊക്കെ സ്മോക്കിങ് ഇപ്പോൾ ഒരു 90 വയസ്സ് വരെ സ്മോക്കിങ് ചെയ്താലും അത് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴുള്ള എന്ന് പറഞ്ഞ ഒരു അവസ്ഥ പറഞ്ഞാൽ സ്മോക്കിങ്ങിൽ അങ്ങ് തുടങ്ങി പെട്ടെന്ന് ഉയർന്ന ലഹരിയിലേക്ക് പോവാണ്. അപ്പോൾ എന്തെങ്കിലും സ്മോക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ടുബാക്കോ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ വളരെ ഗൗരവത്തോടെ എടുത്തിട്ട് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അതിപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് സാമ്പത്തികമൊന്നും ആവശ്യമില്ല, സർക്കാർ തലത്തിലുണ്ട്. അവിടെ ഇവരെ കൗൺസിലിംഗ് ചെയ്ത് തുടക്കം സ്റ്റേജൊക്കെ ആണെങ്കിൽ പിന്നെ മരുന്ന് തന്ന് വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കുക. ആ മരുന്ന് കൃത്യമായി കഴിച്ചാൽ മതി. അല്ല കൂടുതൽ അഡിക്ഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്നത് ചികിത്സിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പറയാൻ പറ്റുന്നത്? ഇപ്പം കുടുംബത്തിൽ നിന്നൊരു പരിഹാരത്തെക്കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം സമൂഹം, കൂട്ടായ്മകളും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണല്ലോ നമുക്കിതിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് നമുക്കിതിനൊരു പരിഹാരമായിട്ട് പറയാൻ പറ്റുന്നത്? അതെ, അത് ഒരു നാടൊന്നാകൊന്ന് കൈകോർക്കുക എന്നുള്ള. ഇപ്പോൾ പലയിടത്തും നമുക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ മുമ്പേ ഉണ്ട്. ഇപ്പോൾ ഈ സമീപകാല സാഹചര്യങ്ങൾ കണ്ടിട്ട് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജാഗ്രതാ സമിതികളായിട്ടൊക്കെ ഓരോ സ്ഥലത്ത് വ്യത്യസ്ത മത രാഷ്ട്രീയ സംഘടനകളെല്ലാവരും കൂടിയും കൈകോർത്ത് അങ്ങനെ പൊതുജനങ്ങൾ മൊത്തം ഒരു ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതിയായിട്ട് കൂടി, പിന്നെ അതിലേക്ക് പോലീസ്, എക്സൈസ് അവരൊക്കെ കൂടി കൂട്ടി ഒരു സമിതിയായി രൂപപ്പെടുത്തി. പിന്നെ അവിടുത്തെ നാട്ടിൽ ഇപ്പോൾ 2 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഒന്ന് പിന്നെ ഓരോ ഇങ്ങനത്തെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, പയ്യന്മാർ കൂടി അങ്ങനത്തെ ഓരോ വിഷയങ്ങൾ അതൊക്കെ വാച്ച് ചെയ്യുക, എക്സൈസിനും പോലീസിനൊക്കെ വിവരങ്ങൾ കൊടുക്കുക, അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. പിന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ പോലും എക്സൈസുമായിട്ട് പങ്കുവെക്കുക. അങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കുക. അതിൻ്റെ വേറൊരു സൈഡിൽ കൂടെ ആണെങ്കിൽ വിമുക്തി പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇതിലൊന്നും പെടാത്ത കുട്ടികളുണ്ടാവും, ഒരിക്കലും ലഹരിയിലേക്ക് എത്താത്ത കുട്ടികൾ. ഇവരെ ഇതിലേക്ക് എത്താതിരിക്കാനുള്ള പ്ലാനുകൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ മതപഠനശാലകളും അല്ലാത്തതുമായ അങ്ങനത്തെ പല പല സ്ഥാപനങ്ങൾ. അപ്പോൾ അവരൊക്കെ എന്താ വെച്ചാൽ ഒരു ഭൂരിപക്ഷവും കണ്ടുവരുന്നത് ഒരു ചെറുപ്രായത്തിൽ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ പ്രായം മുതൽ ഒരു 11-12 വയസ്സ് വരെ നല്ല ട്രാക്കിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു 12 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു കുട്ടികൾ, ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ലെവലൊക്കെ എത്തുന്ന കുട്ടികൾ പിന്നെ അത് പൂർണ്ണമായും വിട്ടുപോവാണ്. അപ്പോൾ പിന്നെ അവരെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ടൈമാണ് ഒരു 12 വയസ്സ് മുതൽ ഒരു 23 വയസ്സ് വരെയുള്ള ഒരു ടൈം. ആ സമയത്ത് നല്ല ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെ ആ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു മനസ്സ്
നിലനിർത്താനുള്ള ഒരു സംവിധാനങ്ങൾ വരണം. അപ്പോൾ ഒരു ആ പിന്നെ ഇപ്പം മതപഠനശാലകളിലും ഒക്കെ എന്താ പറയുക, ആ കിട്ടുന്ന ഒരു മനസ്സുണ്ടല്ലോ, ഇപ്പോൾ ഒരിക്കലും ഒരു തിന്മയിലേക്കൊന്നും പോകാത്ത ഒരു മനസ്സൊരു കുട്ടിക്കുണ്ടാവും. അപ്പോൾ അത് തുടർന്നുള്ള ഒരു 10-23 വയസ്സ് വരെയെങ്കിലും നിലനിർത്താൻ പറ്റിയാൽ ഒരു കുട്ടിയും തെറ്റിലേക്ക് പോവില്ല. അപ്പോൾ അടിസ്ഥാനം മാതാപിതാക്കളാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, മാതാപിതാക്കൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് നിയമവ്യവസ്ഥകളുണ്ട്, ശിക്ഷകളുണ്ട്, ഇപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടിക്കറിയാം, പേടിയുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉപരി പിന്നെ ഒരു തിന്മയിലേക്കും പോകാത്ത ഒരു ഉറച്ച മനസ്സ് കുട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ, ഇപ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് പോലും ഒരു തെറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഉറച്ച മനസ്സ് ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുത്ത് അത് നിലനിർത്തും വേണം. അതൊരു 10-23 വയസ്സ് വരെ അത് നിലനിർത്തിയാലേ കാര്യമുള്ളൂ. അത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി പോയാൽ അപ്പോൾ ഒരു വഴി തെറ്റും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സുണ്ടല്ലോ, ഏത് നിമിഷവും ഒരു തെറ്റിലേക്ക് പോകാവുന്ന ഒരു രീതിയിലാണ് മനുഷ്യൻ്റെ മനസ്സുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നിലനിർത്തണം. അത് നിലനിർത്തുന്നതിൽ പലരും പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലഘട്ടത്തിൽ അതിങ്ങനെ കൊടുത്ത് പിന്നെ അത് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു പോകുക. അപ്പോൾ ആ സമയത്താണ് ഇവർ പലതിലേക്കും പെട്ടുപോകും. അപ്പോൾ എന്തിലേക്കെങ്കിലും അങ്ങോട്ട് പെട്ടുപോയാൽ പിന്നെ തുടരെ വേറെ വേറെ കുറ്റകൃത്യങ്ങളിലേക്ക് പോയി പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മാത്രം നോക്കി നിൽക്കേണ്ടതില്ല, കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്, സമൂഹം അത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് പോകേണ്ടതല്ലേ? അതായത് പിന്നെ അതുതന്നെയാണ് ഇപ്പോൾ കുടുംബം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കായാലും ഒക്കെ ഒരു വൈഡ് ഏരിയ ആണ് തരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു താലൂക്കായിരിക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും ജനങ്ങളെ നോക്കണം. പിന്നെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അത്രത്തോളം ആഴത്തിലെത്താൻ കഴിയില്ല. അപ്പോൾ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെയാണ്. അപ്പോൾ അവരവരെ വീട്ടിലെ കുട്ടികളെ നന്നായി നോക്കാൻ പറ്റുക അവർക്കാണ്, മാതാപിതാക്കൾക്ക്. അപ്പോൾ അവരെ വളരെ ശ്രദ്ധിച്ച്, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുറേ പ്രതികളിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഈ ഒരു കുടുംബത്തിലൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒരു സമാധാനമാണല്ലോ. അപ്പോൾ വീട്ടിൽ പ്രശ്നം, ഈ മാതാപിതാക്കളുള്ള തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനത്തെ വിഷയങ്ങൾ, ഇപ്പോൾ ഡൈവേഴ്സ് വിഷയങ്ങൾ, അവർ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ കുട്ടീനെ ബാധിക്കും. അപ്പോൾ കുറേ ക്രിമിനൽസൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഇങ്ങനെ വീട്ടിൽ പോയ ഒരു സ്വസ്ഥതയും കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ഇവർ മനുഷ്യനൊരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, കുടുംബത്തിൽ നിന്നൊരു സമാധാനം. അത് കിട്ടാണ്ടാവുമ്പോൾ പിന്നെ ഈ രക്ഷിതാക്കൾ ഇങ്ങനെ അകറ്റി നിർത്തുന്നൊരു അവസ്ഥയുണ്ട്. കുറേ രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെ അകറ്റി പോകും. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് ഈ ലഹരി വിൽപ്പന സംഘങ്ങൾ അവർക്കൊക്കെ ശരിക്കും മനസ്സിലാവും. കാരണം ഇവരെ മനസ്സ്, ഇവരുടെ പിന്നെ സ്വഭാവമൊക്കെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരിങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അവർ ശരിക്ക് ഈ മാതാപിതാക്കൾ അകറ്റി നിർത്തുന്ന പോലെ അവർ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കും. അതാണ് അവർ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, അവർ ചേർത്ത് പിടിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ചേർത്ത് പിടിക്കുക. പിന്നെ നേരത്തെ ചേർത്ത് പിടിച്ചിട്ടില്ലേ പിന്നെ അവർ ചേർത്ത് പിടിക്കാൻ വരെ കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലത്തെ അവസ്ഥകളിലേക്ക് അവരെത്തും. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിട്ട് പിന്നെ അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നല്ലൊരു സമാധാനമുള്ളൊരവസ്ഥ, അവർ എവിടേക്കും പോവില്ല. പിന്നെ അവരെ ഒരിക്കലും തിന്മയിലേക്ക് പോകാത്ത ഒരു ഉറച്ച മനസ്സ് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം. പിന്നെ വേറൊരു വശം കൂടി എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളിലൊക്കെ ഇങ്ങനെ പറയുന്നൊരു കാര്യം, ഇങ്ങനെ ജോലിയെക്കുറിച്ച്, സാലറീനെ കുറിച്ച്. ഇപ്പോൾ അവർക്ക് അങ്ങനെ ജോലിയുണ്ട്, ഇത്ര സാലറി ഉണ്ട്, പിന്നെ ഇവർ ഇങ്ങനെ വലിയ വീട്, വലിയ വണ്ടി, ഇങ്ങനത്തെ വീട്ടിലുള്ള സംസാരങ്ങൾ അതും വിഷയമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് തന്നെ ഉള്ളിൽ ചെറുപ്പത്തിലെ ഒരു ചിന്ത വരിക, എങ്ങനെയാ വെച്ചാൽ പൈസ ഉള്ളവനെ വില ഉണ്ടാവുള്ളൂ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഇവനെ പഠനത്തിൽ കുറച്ച് മോശമൊക്കെയായി ചിലപ്പോൾ നല്ല ജോലിയിലേക്കൊക്കെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താവും, അപ്പോഴും ഇവനെന്താക്കണം, പൈസ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് തോന്നും. അപ്പോൾ ഇവർ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇറങ്ങും.
അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങും, എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കും, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ പലരെയും പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും, എന്താ ജോലി ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ ഈ ജോലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ട് അതിനൊരു ബഹുമാനം കൂടുതലും കുറവും കൊടുക്കേണ്ട അങ്ങനെ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ഈ പണത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കുട്ടികളിലൊരു ചിന്ത ഉണ്ടാക്കി എടുക്കാതിരിക്കുക എന്നുള്ള. അപ്പോൾ ഒരു പണമല്ല, ഈ നമ്മുടെ സ്വഭാവമാണ് നന്നാവേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കി. ലഹരി എന്ന് പറയുന്നത് ഒരു പൊതുശത്രുവാണ്. അതിനെ ഒരുമിച്ച് നിന്ന് നമ്മൾ പോരാടേണ്ടതുണ്ട്. അതിനെതിരെ കുടുംബവും സമൂഹവും എല്ലാ സംവിധാനങ്ങളും അതിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് സാറിപ്പോൾ നൽകിയിട്ടുള്ളത്. നമ്മളുടെ ഒരു സമയം അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയം ഒരിക്കൽ കൂടി റേഡിയോ ഇസ്ലാമിനോടൊപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റേഡിയോ ഇസ്ലാം അതിർപ്പ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എക്സൈസ് പ്രിവെൻറ്റിംഗ് ഓഫീസർ ബഹുമാന്യനായ ലത്തീഫ് സാറാണ്. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു പെരുന്നാൾ എല്ലാവർക്കും ആശംസിക്കുന്നു. അള്ളാഹു നമ്മെ ഏവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.